ഹലോ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നില്ല അല്ലേ? അപ്പം നമ്മുടെ സ്കിന്നിന് റിങ്കിൾസും ഫൈൻ ലൈൻസും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ടും പിഗ്മെൻറ്റേഷനും ഒക്കെ തുടങ്ങുന്നത് ഏതൊരു സമയത്താണ്? തീർച്ചയായിട്ടും ഒരു 40 വയസ്സിന് ശേഷമായിരിക്കും നമ്മുടെ സ്കിന്നിലെ ഈ മാറ്റങ്ങളെല്ലാം കണ്ടുവരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 40ന് ശേഷം നമുക്കുണ്ടാകുന്ന ആർത്തവവിരാമം, ഹോർമോണിൻ്റെ ചേഞ്ചസ്, ഇതിൻ്റെ എല്ലാം ഓരോ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് പല മാറ്റങ്ങളും ഉണ്ടാവാറുണ്ട്. അതുപോലുള്ള ഉറക്കക്കുറവ്, ടെൻഷൻ, അമിത സമ്മർദ്ദം, അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഇതിലെ ഭാഗമായിട്ട് വരുന്നു. ഇങ്ങനെ വരുന്നത് മൂലം നമ്മുടെ കണ്ണിനടിയിലെ കറുപ്പും റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്കുണ്ടാകുന്നു. പക്ഷെ അതിനെ ഒന്ന് കെയർ ചെയ്ത് പോകാനും അതിനെ ഒന്ന് എന്താ പറയുക, അതൊന്നും വരാതെ ഒന്ന് തടഞ്ഞു നിർത്താനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. നമ്മൾ ഒരുപാട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ക്രീമുകളും പായ്ക്കുകളും ഒക്കെ വാങ്ങിച്ചിടുന്നതിലും എത്രയോ നല്ലതാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ സാധനങ്ങൾ ഉപയോഗിച്ച് പല പായ്ക്കുകളും പല ക്രീമുകളും തേക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് അതിനുള്ള സാധനങ്ങളൊക്കെ, പക്ഷേ ആരും അത് കാണുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നമുണ്ടോ? 40 കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്കിന്ന് ഇരുണ്ടു പോകുന്നതും ഫൈൻ ലൈൻസും റിങ്കിൾസും അതുപോലെ തന്നെ കറുത്ത പാടുകളും കരകളും ഒക്കെ നിങ്ങളുടെ സ്കിന്നിലുണ്ട്, നിങ്ങളുടെ ചർമ്മം ഇടിഞ്ഞു തൂങ്ങുന്നുണ്ടോ? ഇങ്ങനെയുള്ള ആൾക്കാരാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുപോലെ. അപ്പം മിക്കവരുടെയും ഒരു പ്രശ്നം, മിക്കവരുന്നെല്ലാം 40 വയസ്സ് കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു പ്രശ്നം തന്നെയാണ് കണ്ണിനടിയിൽ പെട്ടെന്ന് റിങ്കിൾസ് ഉണ്ടാകുക, കറുപ്പുണ്ടാകുക, ഫൈൻ ലൈൻസും ഡാർക്ക് സ്പോട്ടും ഉണ്ടാകുക, സ്കിന്ന് സാഗ് ചെയ്യുക. ഈ ഒരു പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പം നമുക്ക് നേരത്തെ തന്നെ ഒരു 40 വയസ്സ്, ഒരു 35 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും വീട്ടിൽ ചെയ്തു പോവുകയാണെങ്കിൽ, തികച്ചും നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് വീട്ടിൽ ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനെ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരുപാട് പേര് നമുക്ക് സബ്സ്ക്രൈബേഴ്സായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കോളുകളും വാട്സപ്പ് മെസ്സേജുകളും എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് നമ്മളെ ഓരോരുത്തരും വിളിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുമുണ്ട്. ഓരോരുത്തരുടെ സ്കിന്നിന് ചേരുന്ന പായ്ക്കും ക്രീമുകളും ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇന്നത്തെ ഒരു ഹോം റെമഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിലെ റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ മാറാനായിട്ടും സ്കിന്നൊന്നും നല്ല ടൈറ്റ് ആകാനായിട്ടും ഒരു ഈവൻ ട്യൂൺ സ്കിൻ കിട്ടാനായിട്ടും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അത് വെച്ച് നമുക്ക് എങ്ങനെയാണ് നല്ലൊരു ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കഞ്ഞിവെള്ളമാണ് എടുക്കുന്നത്? തലേ ദിവസം വെച്ചാൽ പിറ്റേ ദിവസം എടുക്കുന്ന രീതിയിലുള്ള പുളിച്ച കഞ്ഞിവെള്ളമാണ് നമുക്ക് വേണ്ടത്. അതിനാണ് നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത്. കഞ്ഞിവെള്ളത്തിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചർമ്മത്തിലെ തിളക്കം ഉണ്ടാകാനായിട്ടും നിറം വർദ്ധിപ്പിക്കാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചുളിവുകളും പാടുകളും ഒക്കെ കുറയ്ക്കാനായിട്ടും കഞ്ഞിവെള്ളം ഒരുപാട് സഹായിക്കുന്നു. അതുപോലെ തന്നെ കഞ്ഞിവെള്ളം ഒരു സ്കിൻ ടോണറാണ്. സ്കിൻ ടോണറായിട്ട് നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കാം. നമ്മുടെ ഹെയറിലും കഞ്ഞിവെള്ളം ഉപയോഗിക്കാം. അപ്പോൾ ഹെയറിൻ്റെ ഒരു കാര്യം ഞാൻ പിന്നെ പറയാം. അപ്പോൾ കഞ്ഞിവെള്ളത്തിന് നമ്മുടെ ചർമ്മത്തിൻ്റെ ഇലാസ്റ്റികത നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു തന്നെയാണ് നമ്മുടെ കഞ്ഞിവെള്ളം. ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ്. ഈ കോൺഫ്ലവർ നല്ലൊരു എക്സ്ഫോളിയൻ്റ് ആയതുകൊണ്ട് തന്നെ മൃതകോശങ്ങളെ നീക്കം ചെയ്ത് പൊടിപടലങ്ങളെയൊക്കെ നീക്കം ചെയ്ത് നമ്മുടെ ചർമ്മത്തിന് മിനുസമുള്ളതും തിളക്കമുള്ളതുമായ ഒരു ചർമ്മം നിലനിർത്താൻ സഹായിക്കുന്നു. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സൂര്യതാപം, നമ്മുടെ സൂര്യനിൽ നിന്നുള്ള ആ ഒരു നേരിട്ടുള്ള ഡയറക്റ്റുള്ള സൺലൈറ്റ് അടിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന് യാതൊരു പ്രശ്നം വരാതിരിക്കാനായിട്ടും കറുത്ത പാടുകളും ചുളിവുകളും നീക്കി യുവത്വം നിലനിർത്താനായിട്ടും അത് സഹായിക്കുന്നു. അതുപോലെ തന്നെ സ്കിന്ന് നല്ല ടൈറ്റ് ആക്കി നിർത്താനായിട്ടും അതുമൂലം നമ്മുടെ സ്കിന്നിലെ റിങ്കിൾസ് കുറയാനായിട്ടും സാഗിങ് ഒഴിവാക്കാനായിട്ടും ഒക്കെ. ഇനി അടുത്തതായിട്ട് വേണ്ടത് തേനാണ്. തേനിൻ്റെ ഗുണങ്ങൾ ഒരുപാട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. തേൻ നല്ലൊരു മോയ്സ്ചറൈസറാണ്. നമ്മുടെ ചർമ്മത്തിലെ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നു. അതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. തേൻ പണ്ടുകാലം മുതൽക്ക് ചർമ്മ പ്രശ്നങ്ങൾക്ക് നമ്മൾ ഉപയോഗിച്ച് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ യുവത്വം നിലനിർത്താനായിട്ടും വരകളും പാടുകളും ഒക്കെ കുറയാനായിട്ടും ഒക്കെ നമ്മുടെ തേൻ ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ അതിലൂടെ നമുക്ക് ഒരു സാധനം കൂടെ ചേർക്കാം. അതിലൂടെ എന്താണ് പറയുന്നത്? നമ്മുടെ ഒന്നെങ്കിൽ നാരങ്ങാ നീര് അല്ലെങ്കിൽ നമ്മുടെ ഗ്ലിസറിൻ ചേർക്കണം. അപ്പം നാരങ്ങാ നീര് നിങ്ങൾക്ക് എന്താ പറയുക, സെൻസിറ്റീവ് സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ ഗ്ലിസറിൻ ചേർക്കാം. ഇല്ലമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ഇത്രയും മാത്രം ചേർത്താൽ മതി. പക്ഷേ ഇതും കൂടെ ചേർത്താലാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു പായ്ക്ക് തയ്യാറാകുന്നത്. ഗ്ലിസറിൻ നമ്മുടെ ചർമ്മത്തിന് തിളക്കം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഗ്ലിസറിൻ ഒട്ടുമിക്ക ബ്യൂട്ടി പ്രൊഡക്റ്റുകളിൽ നമ്മുടെ ഗ്ലിസറിൻ ചേർത്തിട്ടുണ്ട്. നല്ല രീതിയിൽ തിളക്കം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഏജിനിങ് പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ടും ഗ്ലിസറിൻ ഒത്തിരി നല്ലതാണ്. നമ്മുടെ മുഖത്തിന് തിളക്കം ഉണ്ടാകുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു സ്കിൻ നല്ല ഒരു ഇതൊക്കെ മാറ്റമൊക്കെ വന്നു തുടങ്ങുന്നത്. അപ്പം ഇതെല്ലാം കൂടെ നമുക്കിനി എങ്ങനെയാണ് മിക്സ് ചെയ്തതെന്നൊക്കെ നോക്കാം.
അപ്പോൾ കഞ്ഞിവെള്ളം നന്നായിട്ട് നമ്മൾ ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം നന്നായിട്ട് പുളിപ്പിച്ചെടുത്തതാണ്. ഒറ്റ ദിവസം മാത്രം വെച്ചാൽ തലേ ദിവസം വെക്കുക. നമ്മൾ പിറ്റേ ദിവസം ഏത് സമയത്താണ് എടുക്കുന്നത് ആ സമയത്ത് എടുത്താൽ മാത്രം മതി. അത്രയും നേരം നമുക്ക് വെക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇത് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പുളിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു കഞ്ഞിവെള്ളമാണ് നമുക്ക് ആവശ്യം കേട്ടോ. ഇത് മാത്രം പോരാ, ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സാധനങ്ങളുടെ ചേർത്ത് വേണം നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ് കേട്ടോ. ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലവർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1.5 ടീസ്പൂൺ കോൺഫ്ലവർ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിറച്ചാണ് എടുത്തത്, അതുകൊണ്ട് ഏകദേശം 1.5 ടീസ്പൂൺ ഉണ്ട്. ഇതിന് നിറച്ചെടുത്തുകൊണ്ട് തന്നെ അത്രയും ധാരാളം മതി കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേനാണ്. ഒരു 1/4 ടീസ്പൂണോളം തേൻ ചേർത്ത് കൊടുക്കുക. വാട്ടറാണ് കേട്ടോ, റോസ് വാട്ടറാണ് വേണ്ടത്. അത് നമുക്കൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ കഞ്ഞിവെള്ളം, മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ആ പുളിച്ച കഞ്ഞിവെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുക. ആവശ്യത്തിന് ചേർക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു രീതിയിലാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് കൂട്ട് നമുക്കൊരു 10-20 മിനിറ്റോളം ഒന്ന് അടച്ച് മാറ്റി വെക്കാം. ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെ ഒരു 20 മിനിറ്റോളം അടച്ച് വെക്കാൻ പോവാണ്. നമുക്ക് അവസാനമായിട്ടൊരു സാധനം കൂടെ ചേർക്കണം. അത് നമ്മൾ എടുക്കാൻ നേരത്ത് മാത്രമാണ് ചേർക്കേണ്ടത്. ഇത് നമുക്കൊന്ന് ഒരു 20 മിനിറ്റോ 15 മിനിറ്റോ 20 മിനിറ്റ് മാക്സിമം ഇതൊന്ന് അടച്ചു വെക്കാം. ഇത് വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക്, നിങ്ങൾക്ക് സെൻസിറ്റീവ് സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഗ്ലിസറിൻ ചേർത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ അല്ലാത്തവരുണ്ടെങ്കിൽ നാരങ്ങാനീര് ചേർക്കാം. അപ്പം എനിക്ക് നാരങ്ങാനീരും ഗ്ലിസറിനും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനിപ്പോൾ ഗ്ലിസറിനാണ് ചേർക്കുന്നത്. 1, 2, 3 ഡ്രോപ്സ് ഗ്ലിസറിൻ ചേർക്കുക കേട്ടോ. അപ്പോൾ 2-3 ഡ്രോപ്സ് ഗ്ലിസറിൻ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ കൂട്ടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ആ ഗ്ലിസറിനും ചേർത്തിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 3-4 ദിവസം സൂക്ഷിച്ച് വെക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മളിതിൻ്റെ ഈ ഒരു പായ്ക്ക ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഇതൊരു ലൂസായ, ഒത്തിരി തിക്കായിട്ടല്ല, കുറച്ച് ഇതായിട്ടാണ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുള്ളത്. കാരണം ഒരുപാട് തിക്കായിട്ട് നമ്മുടെ ഫേസിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കത് ഉണങ്ങിപ്പോവും. നമുക്ക് അതങ്ങനെയല്ല, കുറച്ച് വെള്ളമയത്തോടു കൂടിയാണ് ഇടുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് ടൈമിംഗ് ഉണ്ട്. ആ ടൈമിങ്ങിലാണ് നമുക്കിത് ഉണങ്ങി കിട്ടുന്നത്. എന്നാൽ മാത്രമേ നമ്മുടെ സ്കിന്നിലോട്ട് ഇത് അബ്സോർവ് ആകുകയുള്ളൂ, നമുക്ക് നല്ല റിസൾട്ടും കിട്ടത്തുള്ളൂ. അപ്പം നമുക്ക് ആദ്യം ഫസ്റ്റ് ചെയ്യുന്നത് ക്ലെൻസിങ് ആണ്. ക്ലെൻസ് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് എടുക്കേണ്ടത്? പാലാണ് എടുക്കേണ്ടത്, പച്ചപ്പാൽ. അപ്പോൾ 1-2 ടീസ്പൂണോ ടേബിൾ സ്പൂണോ പാലെടുക്കുക. അതിനുശേഷം നമ്മുടെ മുഖം ഒന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെറുതെ വെള്ളം ഒഴിച്ച് കഴുകുക, തണുത്ത വെള്ളത്തിൽ കഴുകുക. അതിനുശേഷം നമ്മുടെ മുഖത്തോട്ട് പാല് കോട്ടണിൽ മുക്കിയിട്ട് നന്നായിട്ടൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഒന്ന് മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മസാജ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു 1-2 മിനിറ്റ് മസാജ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ച് മാറ്റുക. പിന്നെ നമുക്ക് വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ നന്നായിട്ടൊന്ന് തുടച്ച് മാറ്റുക. അപ്പോൾ ഈ ക്ലെൻസ് ചെയ്യുന്നത് മൂലം നമ്മുടെ എന്താ പറയുക, പോർട്സൊക്കെ ഒന്ന് ഓപ്പണായിട്ട് അതിനകത്തുള്ള സുഷിരങ്ങളിലുള്ള ചെളികളും പൊടിപടലങ്ങളും ഒക്കെ നീക്കം ചെയ്യാനായിട്ട് ഈ ക്ലെൻസിങ് ഒരുപാട് നല്ലതാണ്. അപ്പോൾ നമ്മുടെ മുഖമൊക്കെ നന്നായിട്ട് വൃത്തിയാകും. ഇനിയും നമ്മൾ അതിനുശേഷം നമുക്ക് ഈ ഒരു ബ്രഷ് വെച്ച്, ചെറിയൊരു ബ്രഷ് വെച്ച്, അല്ലെങ്കിൽ കൈവച്ച് കൊടുക്കുന്നതിനെക്കാട്ടും നല്ല ബ്രഷ് വെച്ച് ഉപയോഗിക്കുന്നതാണ്. കാരണം കുറച്ച് ലിക്വിഡായിട്ടുള്ളതാണ്, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. ഒരുപാട് ലിക്വിഡായിട്ടുള്ള കുറച്ച് നമുക്ക് ഫേസിൽ ഇടുമ്പം തന്നെ വേഗം ഇത് ഉണങ്ങി കിട്ടും. മേളിലോട്ട് തന്നെ ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ, മേളിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഇരുവശങ്ങളിൽ ഞാൻ എപ്പോഴും വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. നല്ലപോലെ ഇത് മേളിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുഖത്ത് മൊത്തം അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 25 മിനിറ്റാണ് നമ്മളിത് വെക്കുന്നത്. 25 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മുടെ വീട്ടിലുള്ള എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. അതിനുള്ള സമയം നമ്മൾ കണ്ടെത്തുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്, നിങ്ങൾ അതിന് സമയം കണ്ടെത്തി തന്നെ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ 20-25 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ചെറു ചൂടുവെള്ളത്തിലാണ് കഴുകിക്കളയേണ്ടത്. കാരണം 40 വയസ്സ് കഴിഞ്ഞവരൊക്കെ നമ്മൾ ഈ ഒരു കാര്യം അപ്ലൈ ചെയ്തിട്ട് ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയണം.
എന്നിട്ട് നമ്മൾ അതിനുശേഷം ഇത് വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. വൈകുന്നേരങ്ങളിൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മസ്റ്റായിട്ടും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. പിന്നെ നിങ്ങൾ പുറത്തോട്ട് പോകുമ്പോൾ ഒരു മോയ്സ്ചറൈസറും ഒരു സൺസ്ക്രീമും SPF 50++ നടങ്ങിയ സൺസ്ക്രീം 40 വയസ്സ് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഉപയോഗിക്കുക. അപ്പം നിങ്ങൾക്ക് സൺസ്ക്രീമും മോയ്സ്ചറൈസറും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ടാഗ് ചെയ്തേക്കാം, നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പായ്ക്ക് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ താഴത്തെ തട്ടിൽ സൂക്ഷിച്ച് കഴിഞ്ഞാലായിട്ട് നമുക്ക് ഒരു 3-4 ദിവസം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് കഞ്ഞിവെള്ളം നമ്മൾ വെറുതെ കളയുന്നതല്ലേ. ഒന്ന് പുളിപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്ക് കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ മുടിക്കായ പോലുള്ള പ്രശ്നങ്ങൾ മാറാനായിട്ടും താരം മാറാനായിട്ടും ഒക്കെ ഒരുപാട് നല്ലതാണ്. മുടി വളർച്ചയ്ക്കും നമ്മുടെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം നല്ലതാണ്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞെരടി ചേർത്തിട്ട് നമ്മുടെ തല കഴുകുന്നതും ഒത്തിരി നല്ലതാണ്. ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് കഞ്ഞിവെള്ളം നമ്മുടെ ചർമ്മത്തിന് മാത്രമല്ല നമ്മുടെ തലയിലെ മുടി വളർച്ചയ്ക്കും ഒരുപാട് നല്ലതാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ ചെയ്തു നോക്കാൻ മറക്കല്ലേ. ഉപയോഗിക്കുമ്പോൾ ഒരു 3-4 ദിവസം അടുപ്പിച്ച് ഉപയോഗിക്കുക. അതിനുശേഷം വീണ്ടും ഒരു 2 ദിവസം 3 ദിവസം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം പിന്നെ ഉപയോഗിക്കുക. ഇത് നമ്മുടെ ചർമ്മം തിളക്കമുള്ളതാക്കാനായിട്ടും റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെയൊക്കെ നല്ലൊരു സ്കിൻ ടോണറായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്നു ഈ ഒരു കഞ്ഞിവെള്ളം. അപ്പോൾ കഞ്ഞിവെള്ളത്തിനകത്ത് ഇത്രയും സാധനങ്ങൾ അടങ്ങുമ്പോഴത്തേനും നമ്മുടെ സ്കിന്ന് ടൈറ്റ് ആവാനായിട്ടും 40 വയസ്സിന് ശേഷവും 50 വയസ്സിന് ശേഷം ഉണ്ടാകുന്ന റിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോകാനായിട്ടും ഒക്കെ ഇങ്ങനെയുള്ള ഒത്തിരി ഗുണം ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് എല്ലാ കൂട്ടുകാർക്കും ബൈ.